മുഖ്യമന്ത്രി പിണറായി വിജയന് ഇയാളെ മാറ്റാൻ പറ്റില്ല. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇയാളാണ്. രണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ഇയാളാണ്. മൂന്ന്, പിന്നെ ലാവ്ലിൻ കേസിൽ ഇയാൾക്കെതിരെ പിന്നെ സാക്ഷി പറഞ്ഞിട്ടുള്ള ആളാണ്. നാളെ ഇയാൾ രാജിവെച്ച് കഴിഞ്ഞാൽ ഇയാൾ രാജിവെച്ച് ഈ മുഖ്യമന്ത്രി ഇരിക്കുന്നതിനകത്ത് എന്ത് ഉളുപ്പില്ലാത്ത മുഖ്യമന്ത്രി അവിടെ ഇരിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും ആക്ഷേപങ്ങൾ വരും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇയാളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇയാൾ രാജിവെക്കണം എന്ന് പറയുകയില്ല. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകെ ഇറിവിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ മകൾക്കെതിരെയുള്ള കേസിൻ്റെ വിഷയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാര്യത്തിൻ്റെ വിഷയമാണെങ്കിൽ തന്നെയും ഇതിനെല്ലാം ഇടയിൽ ആകെ ഒരു ഒന്നും കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ കൂടി ആയില്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ആണല്ലോ, സ്വാഭാവികമായിട്ടാണല്ലോ. അങ്ങനെ വരുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരും. എന്താണ്, ഇങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ അയാളുടെ പേരിൽ അയാളെയും ഞാൻ പറഞ്ഞു ഒരു കാര്യം, നമ്മളിപ്പോൾ എനിക്ക് കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ആളോട് എനിക്ക് ഈ വീഡിയോയിലൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഇയാൾക്ക് ഉളുപ്പെന്ന് പറഞ്ഞ അയാളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇയാൾക്ക് നാണമില്ലാത്ത ഇയാൾ രാജിവെച്ച് പോകണ്ടേ? ഇയാളൊന്ന് ഭയങ്കര സാത്വികനാണെന്നാണ് ഇയാൾ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അയാൾക്ക് എന്തെങ്കിലും ഒരു ലജ്ജ ബാക്കിയുണ്ടെങ്കിൽ, അതിൽ CBI കേസിൽ പ്രതിയാണെന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയല്ലേ, അയാൾക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ട് അയാൾ രാജിവെച്ച് പോകണ്ടേ? അപ്പോൾ അയാൾ രാജിവെച്ച് പോയില്ലെങ്കിൽ അയാൾക്ക് ഉളുപ്പും ലജ്ജയില്ലാത്തവനാണെന്നും CBI കേസിൽ പ്രതിയാണെങ്കിൽ പോലും സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ 6 ലക്ഷം രൂപ നക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്യുക എന്നുള്ളത് തന്നെ.